ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ ചർച്ചയായതാണ്. ഒരു മനുഷ്യൻ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഒടുവിൽ ഷേഖ് സായിദ് എന്ന് പറയുന്ന ഒരു വൃദ്ധസദനത്തിലെത്തി അവരുടെ ആ മനുഷ്യൻ്റെ അന്ത്യകർമ്മങ്ങൾ അതിൻ്റെ വിശ്വാസപ്രകാരം, അദ്ദേഹം ഒരു സംഘപരിവാർ പ്രവർത്തകനായിരുന്നു, ആ വിശ്വാസപ്രകാരം കർമ്മങ്ങൾ ചെയ്തപ്പോൾ എന്തൊരു പുകിലായിരുന്നു, എന്തൊരു ബഹളമായിരുന്നു. അവിടെ സേവാഭാരതി ഉണ്ടായിരുന്നു, അവിടെ ദർശനവേദി ഉണ്ടായിരുന്നു, അവിടെ അവരുണ്ടായിരുന്നു, ഇവരുണ്ടായിരുന്നു. അവരാണത് എടുത്തു വെച്ചു കൊടുത്തത്. ചർച്ചയായിരുന്നു, ചർച്ചയോടെ ചർച്ച. ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇടപെട്ട ഒരു സേവന വിഷയത്തിലാണ് ഈ കൊടുമ്പിരി കൊണ്ട ചർച്ച നടന്നത്. പ്രിയപ്പെട്ടവരെ, ആ ചർച്ച നടത്തിയവർക്കെല്ലാവർക്കും ഒരു സ്വാഗതം ഓതിക്കൊണ്ട് ദേ മറ്റൊരു ദുഃഖകരമായ ഏടുകൂടി നിങ്ങളുടെ മുന്നിൽ കാണിക്കാം. ഇതൊന്നല്ല, ഇതുപോലെയുള്ള ചാപ്റ്ററുകളുള്ള അധ്യായങ്ങളുള്ള ഒരു പുസ്തകം രചിച്ചാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും മഹാപുസ്തകം അതായിരിക്കും. ഏതാണ്ട് 80,000 പേജ് വരും. 80,000 പേജുള്ള ഒരു പുസ്തകം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ ഒക്കുമോ? ആ 80,000 പേജിൽ മുഴുവൻ ഇതുപോലുള്ള മനുഷ്യരുടെ കഥയാണ്. നമ്മൾ ഈ ലവ് ജിഹാദൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തിയും കൂടെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പോയി അപ്പാർട്ട്മെൻ്റ് എടുത്ത് താമസിച്ച് വല്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ അതിൻ്റെ മേൽ അക്രമവും അനീതിയും പ്രവർത്തിച്ചാൽ കിടന്നു പൊറുക്കാനൊക്കില്ല. നേരെ ചാനലുകളിലും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം കഴിയുന്നത്ര വിദ്വേഷം വാരി എറിയും. പക്ഷേ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് സനാതനധർമ്മത്തിന് ചേർന്നതാണോ? ഇടപെടണ്ടേ? ദേ ഈ ദൃശ്യം കാണൂ. ഈ അമ്മ ഉറപ്പായും സുന്ദരിയായിരിക്കണം ജീവിതത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ. എത്ര ഇഷ്ടത്തോടെ ആയിരിക്കും ജീവിതത്തെ സമീപിച്ചത്, വിവാഹം കഴിച്ചത്, 3 മക്കൾക്ക് ജന്മം നൽകിയത്. 2 പെൺമക്കളുണ്ടത്രേ. അവർക്ക് വേണ്ടത്രേ ഈ അമ്മയെ. ഉപേക്ഷിച്ചതാണ്. കുശാൽ നഗർ എന്ന് പറയുന്ന കാഞ്ഞങ്ങാട് സ്വദേശിനിയായ കസ്തൂരിയമ്മ എന്നാണ് പേര്. എത്ര ഇഷ്ടത്തോടെ ആയിരിക്കും ഈ അമ്മയുടെ മാതാപിതാക്കൾ ഈ കസ്തൂരി എന്ന പേര് ഈ അമ്മയ്ക്ക് ഇട്ടിട്ടുണ്ടാവുക. ഒരു മകൻ അവിവാഹിതനാണത്രേ. 2 മക്കൾക്ക് വേണ്ട, നടതള്ളിയതാണ്. ഏറ്റെടുത്തത് ഷേഖ് സായിദ് ഫൗണ്ടേഷൻ. ഇർഫാന ഇക്ബാൽ, അതേ ഇർഫാന ഇക്ബാൽ. ഏത് അന്ന് ഒരു കാര്യം ചെയ്തപ്പോൾ വിചാരണ ചെയ്തില്ലേ സാമൂഹ്യ മാധ്യമത്തിൽ, അവരാണ് ഈ അമ്മയെ ഏറ്റെടുത്തത്. ഇതുപോലെ എത്ര പേർ നമ്മുടെ കൺമുന്നിലൂടെ. ആരുണ്ട് പറയാൻ, ആരുണ്ട് കേൾക്കാൻ? എന്തെങ്കിലും ചെയ്യുന്നവരെ പോലും അപമാനിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യുന്ന ലോകത്ത് അതെല്ലാം സഹിച്ച് വീണ്ടും അതേ കർമ്മത്തിൽ തന്നെ അതേ പാതയിൽ തുടരുന്ന കുറേ നല്ല മനുഷ്യരുടെ ഇടപെടലുകളാണ് ഇവരൊക്കെയും എവിടെയെങ്കിലും തെരുവിൽ കിടന്ന് തെരുവ് നായ കടിച്ചു കയറാതിരിക്കുന്നത്. പറയാനാവുന്നില്ല.